ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ യേശുവിൽ പ്രിയ ദൈവമക്കളെ, ദൈവമഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. രാജാവ് ദുഃഖിതനായെങ്കിലും തൻ്റെ ശബദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു. മത്തായി 14:9. ശരിയെന്നോ തെറ്റെന്നോ ഉള്ള പരിഗണന കൂടാതെ ഒരിക്കൽ അംഗീകരിച്ചുപോയി എന്ന ഏക കാരണത്താൽ പിടിവാശിയോടെ തെറ്റാണ് എന്നറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നിർബന്ധ ബുദ്ധി കാണിക്കുന്ന പ്രവണത നമ്മളിൽ ഉണ്ടാകാറുണ്ട്. അത് ബഹുമാന്യമായ ഗുണമായി സ്വയം കരുതുകയും ചെയ്യും. ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും മാറ്റം വരുത്തുന്നത് ബലഹീനതയായി ചിന്തിക്കുകയും ചെയ്യുന്നു. തെറ്റാണെന്ന് ബോധ്യമാകുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറുവാനുള്ള ആത്മധൈര്യം ആവശ്യമാണ്. അതാണ് ക്രിസ്ത്യാനിയിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവം. ഞാൻ പറഞ്ഞുപോയി, ഇനി പിന്മാറുകയില്ല എന്ന് നാം പറയരുത്. നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത് ദുരഭിമാനം ആകരുത്. നീതിബോധവും സത്യബോധവും ആയിരിക്കണം. നിർബന്ധ ബുദ്ധിയല്ല, ശരിയായിട്ടുള്ളതിനോടുള്ള പ്രതിപത്തി ആയിരിക്കണം നമ്മെ നിയന്ത്രിക്കുന്നത്. ഹെറോദ്യായുടെ മകളുടെ നൃത്തത്തിൽ ആകൃഷ്ടനായി മതിമറന്ന ഹെറോദ് രാജാവ് അവൾ എന്താവശ്യപ്പെട്ടാലും കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അമ്മയുടെ ഉപദേശപ്രകാരം അവൾ യോഹന്നാന്റെ ശിരസ് ഒരു താലത്തിൽ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. രാജാവിന് അതിഷ്ടമില്ലായിരുന്നു. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള മനുഷ്യനെന്ന് ഹെറോദ് രാജാവിന് ബോധ്യമായിരുന്നെങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് യോഹന്നാന്റെ ശിരസ് ഛേദിച്ച് ബാലികയ്ക്ക് കൊടുത്തു. ഹെറോദ് രാജാവ് വാക്ക് പാലിക്കാൻ ചെയ്ത ഈ ഭീകര പ്രവർത്തനം ഒട്ടും ശരിയായില്ല. പറഞ്ഞ തെറ്റായ വാക്കിനോടുള്ള ബഹുമാനത്തേക്കാൾ നീതിബോധമായിരുന്നു ആവശ്യം. യഹൂദന്മാരുടെ ഇടയിൽ മാത്രം പ്രവർത്തിച്ചു പോന്ന പത്രോസ് യോപ്പ പട്ടണത്തിൽ വെച്ച് തൂക്കുകട്ടയുടെ ദർശനം കണ്ടതിന്റെ ഫലമായി പുറം ജാതിക്കാരുടെ ഇടയിൽ പോകുവാനും പ്രസംഗിക്കുവാനും തയ്യാറായി. തിരുത്തലുകൾ വരുത്തുന്നതും ബോധ്യമാകുന്ന സത്യത്തിന് അനുസരണമായി പ്രവർത്തിക്കുന്നതും ധന്യമായ ജീവിതത്തിന്റെ ലക്ഷണങ്ങളാണ്. എത്ര പ്രാവശ്യം നാം സ്വയം തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടോ അത്രത്തോളം ഞാൻ ജീവിതത്തിൽ ഉയർന്നിട്ടുണ്ട്. നിർബന്ധ ബുദ്ധിയല്ല, സത്യത്തോടുള്ള ബഹുമാനമാണ് ക്രിസ്ത്യാനിയിൽ ഉണ്ടാകേണ്ടത്. അതിനുള്ള അനുഗ്രഹം കർത്താവായ ഈശോ തന്റെ ആത്മാവിലൂടെ നമുക്ക് നൽകട്ടെ. പരിശുദ്ധമ്മ IMS അമ്മ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.